നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. പണ്ട് തിരുവിതാംകൂറിലെ ചില സ്ഥലങ്ങൾ കേട്ടിരുന്ന ഒരു ചൊല്ലുണ്ട്, നെല്ല് പത്തായത്തിലിരുന്നാൽ എലി വയനാട്ടിൽ നിന്നും വരും എന്ന്. അതായത് വേറൊന്നുമല്ല, നല്ല സാധനം എലിക്ക് കഴിക്കേണ്ടത് പത്തായത്തിൽ ഇരിക്കുന്നെങ്കിൽ എലി എവിടെ നിന്നാണേലും വരും എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ പറയാൻ കാര്യം, ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെ എക്സ്പോർട്ടിന് ബയേഴ്സിനെ കിട്ടുന്നു. ഈ ചോദിക്കുന്ന ആരും ഞങ്ങളുടെ ഉൽപ്പന്നം ഇതാണെന്ന് പോലും പറയാതാണ് ചോദിക്കാറ്. അതായത് ബയേഴ്സിങ് വരുന്നു, ബയേഴ്സിങ്ങിനെ മേടിക്കാൻ നിൽക്കുന്നു, അവരെ തപ്പിയെടുക്കുന്നു, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് നല്ലൊരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ബയേഴ്സ് വരും, ഇങ്ങോട്ടേക്ക് വരും. അത് വരില്ല എന്നുള്ള ഭയം കൊണ്ടാണ് ബയറിനെ എങ്ങനെ കണ്ടെത്താമെന്നുള്ളൊരു ചിന്ത വരുന്നത്. നിങ്ങളുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ ഇൻഫീരിയർ ക്വാളിറ്റി ആയിരിക്കും. ഈ ക്വാളിറ്റി ഇൻഫീരിയർ ആണെങ്കിൽ, മാർക്കറ്റിന് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങളെ ബയറെ തപ്പി അടക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞ ഒരു മാനുഫാക്ചർ പ്രോഡക്റ്റിന്റെ കേസാണ്. ഒത്തിരി നല്ല പ്രോഡക്റ്റുകൾ ഒരു മാർക്കറ്റിംഗ് എഫേർട്ടും ഇല്ലാതെ ലോകം മുഴുവനും വിൽക്കുന്നുണ്ട്, ഈ കേരളത്തിൽ നിന്ന് പോലും. അങ്ങനെ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കണമെങ്കിൽ പ്രോഡക്റ്റ് നന്നായിരിക്കണം. ഇനി ബയറിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ നമ്മൾ ഒരു ബയറിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ ആക്കി കൺവേർട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മുടെ അടുത്തേക്ക് ഒരു ബയർ വരികയാണെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ബയർ വരാനുള്ള വഴികളാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. ഫസ്റ്റ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയുടെ പോയിന്റിൽ, പ്രോഡക്റ്റിന്റെ യുണീക്ക്നെസ്സിന്റെ പോയിന്റിൽ, പിന്നെ അടുത്തൊരു കാര്യം ബയർ നിങ്ങളെ കണ്ടെത്തുന്ന പോയിന്റിൽ നിങ്ങൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം. നിങ്ങൾ എവിടെയും ഇല്ലാതെ നിങ്ങളുടെ ബയർക്ക് കണ്ടെത്താൻ മേലാത്ത രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വിൽക്കാൻ സാധിക്കുക? അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒത്തിരി പേരും ഈ പറയുന്ന ആൾക്കാർ വിളിച്ച് ചോദിക്കും ബയേഴ്സിനെ കണ്ടെത്തുന്നതെന്ന്. ഇവിടെ പ്രോഡക്റ്റ് എന്താന്ന് പറയാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാക്സിൻ ആണെന്ന് വിചാരിക്കുക, സർജിക്കൽ ഡിവൈസ് ആണെന്ന് വിചാരിക്കുക, അച്ചാർ അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിന് മൂന്നിനും ഡിഫറൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാനാണ് വേണ്ടത്. എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരേ പ്ലാനാണ് വേണ്ടതെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഏത് ബിസിനസ് മോഡൽ, ബിസിനസ് ടു ബിസിനസ് ആയിട്ട് ബൾക്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണോ, അതോ ബിസിനസ് ടു കൺസ്യൂമർ ആയിട്ട് ഓരോ പാക്കറ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണോ, അതിൽ ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ പറ്റും? ഇപ്പം ഒരു ഉദാഹരണത്തിന് അരി ബിസിനസ് ടു കൺസ്യൂമർ ആയിട്ട് വിടാൻ പറ്റില്ല. അപ്പം നമുക്ക് ബിസിനസ് ടു ബിസിനസ് ആയിട്ട് അത് വിടാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ആ പ്രോഡക്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് കൂടുതൽ കൊണ്ടുവരാൻ പറ്റത്തില്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ, പല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഏലക്ക വ്യത്യാസമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് മറ്റുള്ളവരോട് മത്സരിക്കാനേ പറ്റുള്ളൂ. ബയർ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടി എൻ്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് വരാനൊക്കെ പാടായിരിക്കും. അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കണം. ഡിജിറ്റലി ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് പോകാവുന്നിടത്താണെങ്കിലും ഒക്കെ അവൈലബിൾ ആയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഒരു മാർക്കറ്റിംഗ് ഇല്ലാണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്യേണ്ട മാർക്കറ്റിംഗിൽ കൂടി തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഒരു നല്ല പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ഒരു വർഷത്തേക്ക് ഞാൻ ഇത്രയാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നതെന്ന്. ഇവിടെ അപ്പോൾ ഒരു ചോദ്യം വരും, എനിക്ക് ഇത്രയൊക്കെ മുടക്കിയിട്ട് എനിക്ക് ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ട് ബയറെ കിട്ടിയില്ല, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വരും. ഇതൊക്കെ റിസ്ക് അല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വിശ്വാസമില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്തിന് കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ്സിൽ വിശ്വസിക്കണം? നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ബോധിപ്പിക്കാനും വിശ്വസിപ്പിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പൂർണ്ണ മനസ്സോടുകൂടി അല്ല നിങ്ങൾ എക്സ്പോർട്ടിലേക്ക് ഇറങ്ങുന്നത് എങ്കിൽ എനിക്ക് ബയറെ കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിലാണെങ്കിൽ ദയവായി എൻ്റെ ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചിന്തിക്കേണ്ട, അതിലേക്ക് വരണ്ട. പൂർണ്ണമായ ഒരു മനസ്സോടുകൂടിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് കസ്റ്റമറെ കിട്ടും, അത് കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നത് ചെയ്യും, ആ ചെയ്യാനുള്ള അതിൻ്റെ അറിവ് മാത്രമേ എനിക്ക് കുറവുള്ളൂ, ആ അറിവ് നേടി ഞാനത് ചെയ്യും, അതിന് ഇത്ര ബജറ്റ് ഞാൻ വയ്ക്കുന്നു, ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റും ഒരു മാർക്കറ്റിങ്ങും പ്ലാനും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബയറെ കിട്ടും. ആക്ച്വലി ബയറിന്റെ ആവശ്യം കൂടിയാണ് പ്രോഡക്റ്റ് മേടിച്ച് വിൽക്കണം എന്നുള്ളത്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് പ്രോഡക്റ്റ് വിൽക്കേണ്ടതെന്ന് അല്ല. ബയറിന്റെ ആവശ്യം കൂടിയാണ് പ്രോഡക്റ്റ് മേടിച്ച് രണ്ടാമത് വിൽക്കുക എന്നുള്ളത്. അവർ ലാഭം എടുക്കുന്നത് കച്ചവടം നടന്നുകൊണ്ട് തന്നെയാണ്. അവരിപ്പോൾ നിലവിൽ ഒരാളുടെ അടുത്ത് നിന്ന് മേടിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുതിയൊരു ബയർ ആണെങ്കിൽ അവരെവിടെ നിന്ന് മേടിക്കണമെന്ന് ആലോചിക്കുന്നുണ്ടാവാം. ഇതൊക്കെ നിങ്ങൾക്കുള്ള സാധ്യതയാണ്. അപ്പം ഫസ്റ്റ് വേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിങ്ങൾക്കൊരു വിശ്വാസമാണ് വേണ്ടത്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പോർട്ട് നടക്കും. പിന്നെ ഒരു കാര്യം കൂടി, എക്സ്പോർട്ട് നടന്നാൽ മാത്രം പോരാ, അത് വളരെ വലുതാക്കാനുള്ള ഒരു ചിന്തയും കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം. ഒരു എക്സ്പോർട്ട് നടത്തുന്നു, 2 എക്സ്പോർട്ട് നടത്തുന്നു വലിയ കാര്യമൊന്നുമല്ല, അത് സാധിക്കും. പക്ഷെ അതിനെ വളർത്തി വലുതാക്കുക എന്നുള്ളൊരു
മനസ്സും കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് പോയിന്റിൽ കൂടുതൽ എനിക്ക് ഇവിടെ പറയാൻ സാധിക്കാത്തതിന് ഒരു കാരണം, ഓരോ പ്രോഡക്റ്റ് ഓരോ ടൈപ്പിലാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. ഓരോ പ്രോഡക്റ്റിനും ഓരോ യുണീക്നെസ് ഉണ്ട്. നിങ്ങളൊരു ഫോറിൻ ഗവൺമെന്റിന് സെല് ചെയ്യുന്ന ഒരു സപ്ലയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന് സപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജി ഡിഫറെന്റ്. നിങ്ങളൊരു ചെറിയ ട്രേഡർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിനൊരു സ്ട്രാറ്റജി ഡിഫറെന്റ്. പിന്നെ പ്രോഡക്റ്റ് സോളിഡ് ആണെങ്കിൽ ഒരു സ്ട്രാറ്റജി, ലിക്വിഡ് ആണെങ്കിൽ വേറെണ്ണം, വെയിറ്റ് കുറഞ്ഞാണ് ഒരു സ്ട്രാറ്റജി, വെയിറ്റ് കൂടിയതാണെങ്കിൽ വേറെണ്ണം. ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുകൊണ്ട് ഇതൊക്കെ ഓരോ പ്രത്യേകമായി നമ്മൾ കണക്കാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്ത കാലത്തായിട്ട് കൂടുതലും ബയേഴ്സിനെ കണ്ടെത്താനല്ല പാടുപെടുന്നത്, കറക്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓർഡേഴ്സ് അല്ലെ എൻക്വയറി വെളിയിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷെ കൊടുക്കാൻ ഇവിടുന്ന് സാധനങ്ങളില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ആ സാധനം കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കൂടുതലും ഫേസ് ചെയ്യുന്നത്. അല്ലാണ്ട് ബയറുടെ ഷോർട്ടേജ് ഒന്നും പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ഫേസ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, വിഷിംഗ് യു എ ഗ്രേറ്റ് സക്സസ് ഇൻ എക്സ്പോർട്ട് മാർക്കറ്റിംഗ്. താങ്ക് യു. നന്ദി, നമസ്കാരം.